ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ആന്റണിയെ പോയി കണ്ടിട്ട് ദേവത തിരികെ വരുന്ന സമയത്താണ് റോഡ് സൈഡിൽ വെച്ച് ദേവുവിനെ കാണുന്നത്. ദേവുവിനോട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ദേവു എവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും താൻ ആന്റണിയെ കാണാൻ പോയതാണെന്ന് ദേവതി മറുപടി പറയാം കേട്ടോ. ചേച്ചി എന്തിനു വേണ്ടിയിട്ട് ആന്റണിയെ കാണാൻ പോയതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് താൻ കാർ സ്റ്റാൻഡിൽ പോയതാണെന്നും മഹേഷേനെ കണ്ട് സംസാരിക്കാൻ പോയതാണെന്നൊക്കെ പറയുന്ന സമയത്ത് എന്താണ് കാര്യമെന്ന് ദേവ് തിരക്കുന്നുണ്ട്. ഈ സമയത്ത് പറയുകയാണ്, ആന്റണിയെ സച്ചേട്ടൻ തല്ലിയതിന്റെ പ്രതികാരമായിട്ട് ആന്റണി ഇവരോട് വന്നിട്ട് ഉടനെ തന്നെ പൈസയും പലിശ അടക്കം തന്നെ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഈ ഒരു സമയത്ത് അവരുടെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് തന്നെ സച്ചേട്ടൻ കാറ് വിട്ടിട്ടാണ് അവർക്ക് പണം നൽകിയത്. അത് മാത്രമല്ല, പണം നൽകാൻ പറ്റിയില്ല എന്നാണെങ്കിൽ സച്ചേട്ടൻ ചെന്ന് അവന്റെ കാല് പിടിക്കണമെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദേവുവിന് ദേഷ്യം ഇറക്കാനാവുന്നുണ്ട്. ദേവ് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് സച്ചേട്ടൻ അവന്റെ കാല് പിടിക്കാൻ പോകുന്നത്? അല്ല, ഈ സച്ചേനെ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. തന്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് കാറൊക്കെ വിറ്റു, മാത്രമല്ല ചുറ്റുമുള്ളവർ നല്ല രീതിയിൽ തന്നെ സച്ചേനെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ടും പിന്നെ എന്ത് കാരണം കൊണ്ടായിരിക്കും ശരത്തിനോട് സച്ചേനെ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ദേവ് പറയുന്ന സമയത്ത് ശരത്തിന്റെ കാര്യം നീ മിണ്ടിപ്പോകരുത്. ശരത്ത് ആന്റണിയുടെ കൂട്ടുകൂടി വന്നിട്ട് ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായത് നീ അവനോട് പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ നമ്മളെ രേവതി പറയുന്ന സമയത്ത് ചേച്ചിക്കറിയാലോ അവൻ എങ്ങനെയാണെന്ന്. അന്ന് ചേച്ചി വന്ന് സംസാരിച്ചിട്ട് അവൻ മാറിയില്ലല്ലോ. എന്തായാലും ഞാൻ അമ്മയോടായിട്ട് പറയാം. പക്ഷെ ഇനി എന്തായാലും ആന്റണിയെ കാണാൻ പോകുന്നത് ചേച്ചി തനിയെ ഒന്നും പോകരുത്. തനിയെ പോയി കഴിഞ്ഞാൽ ശരിയായില്ല. അത് അവനെ പോലെ ഒരുത്തൻ്റെ മുന്നിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പോകണമെന്നാണ് ചേച്ചി എന്നെയും കൂടെ വിളിക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എൻ്റെ സച്ചിൻ ഇത്രയധികം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ നീ വന്നെ വരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം ദേവു. അവനെ കാണാൻ പോകാനായിട്ട് എനിക്ക് ആദ്യ സഹായം വേണം. ഞാൻ തന്നെ പോയിക്കോളാം. എൻ്റെ കാര്യം ഓർത്ത് നിങ്ങൾ ആരും സങ്കടപ്പെടണം. അവനെ കണ്ട് സംസാരിച്ചാൽ മാത്രം പറഞ്ഞു, അവനെ കണ്ട് രണ്ട് പൊട്ടിക്കൂടെ വേണമായിരുന്നു. എന്തായാലും ദേവു നീ വീട്ടിലേക്ക് ചെല്ല് എന്നൊക്കെ രേവതി പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും യാത്രയൊക്കെ പറഞ്ഞിട്ട് പോവാൻ കേട്ടോ. രേവതി അവിടെ നേരെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ഹാളിൽ രവി ഉണ്ടാവും. രവിയോടായിട്ട് പറയുന്നുണ്ട്, ഞാൻ മഹേഷിനെ കാണാൻ പോയതാണെന്ന് പറയുമ്പോഴത്തേക്കും എന്തിനാ മഹേഷിനെ കാണാൻ പോയെന്ന് ചോദിക്കാട്ടെ രവി. താൻ സച്ചേട്ടൻ കാറ് വിറ്റ കാര്യത്തെക്കുറിച്ച് അറിയാനായിട്ട് പോയതാണെന്ന് രേവതി പറയുന്ന സമയത്ത് എന്തിനാ മോള് പോയി അന്വേഷിച്ചത്? ഇതൊക്കെ അറിഞ്ഞ സച്ചിക്ക് ദേഷ്യാവില്ലേ? അവൻ്റെ ദിവസം എല്ലാ സത്യങ്ങളും പറയാമെന്ന് പറഞ്ഞല്ലേ, പിന്നെ മോള് പോയിപ്പോൾ അന്വേഷിക്കണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ രവി പറയുമ്പോഴത്തേക്കും രേവതി പ്രത്യേകിച്ചൊന്നും തന്നെ പറയുന്നില്ല കേട്ടോ. വേഗം തന്നെ രവി ചോദിക്കുന്നുണ്ട്, അല്ല എന്തിനു വേണ്ടിയിട്ട് അവൻ കാറ് വിട്ടേന്ന് മഹേഷ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ രേവതി വിശദമായി തന്നെ പറഞ്ഞു കൊടുക്കാണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് രവിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരികയാണ് സന്തോഷം കൊണ്ട്. എന്നിട്ട് പറയണേ, അവൻ്റെ നന്മ തിരിച്ചറിഞ്ഞൊരു അച്ഛനാണ് ഞാൻ. അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ, അവൻ്റെ അച്ഛനാണല്ലോ ഞാനെന്നൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് എന്നൊക്കെ ഇങ്ങനെ രവി സംസാരിക്കുകയാണ്. കൂട്ടത്തിൽ തന്നെ രവി പറയുന്നുണ്ട്, എന്തായാലും മോൾ ഈ ഒരു കാര്യം എന്നോട് വന്ന് പറഞ്ഞത് സച്ചി അറിയണ്ട. സച്ചി പറഞ്ഞേക്കുന്നത് പിന്നീട് ഒരിക്കൽ പറയാമെന്നല്ല, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ രവി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. എന്താണ് നീ വന്നത് എന്ന് രവി ചോദിക്കുന്ന സമയത്ത് കുറച്ച് പണം എടുക്കാനുണ്ടായിരുന്നു, അത് എടുക്കാൻ മറന്നുപോയി, അത് എടുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ് സച്ചി പോയതിന് തൊട്ടുപിറകെ തന്നെ രേവതിയും റൂമിലേക്കായിട്ട് ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇത്രയും കാലം മറച്ചു വെച്ചിരുന്ന സത്യം ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി ഒന്ന് ഞെട്ടുകണ്ട. കാരണം സച്ചി ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ശരത്തിനെ കുറിച്ചുള്ള രഹസ്യം അത് രേവതി കണ്ടുപിടിച്ചു എന്നുള്ള ടെൻഷനാവുകയാണ്. വേഗം തന്നെ രേവതി പറയുന്നുണ്ട്, നിങ്ങൾ കാറ് വിറ്റ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ അറിഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും വന്നിട്ട് സച്ചിക്ക് സമാധാനമാവുന്നത്. വേഗം തന്നെ രേവതി പറയുന്നുണ്ട്, ആന്റണി കാർ സ്റ്റാൻഡിൽ വന്ന് നിങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം പണത്തിന് വേണ്ടിയിട്ട് വന്നിരുന്നല്ലേ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ കാല് പിടിക്കാനായിട്ട് അവൻ ആവശ്യപ്പെട്ടില്ലേ എന്നൊക്കെ തന്നെ രേവതി ചോദിക്കുന്ന സമയത്ത് നീ ഇതെങ്ങനെ അറിഞ്ഞെന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. പക്ഷേ രേവതി അതിന് പ്രത്യേകിച്ചൊന്നും തന്നെ മറുപടി പറയുന്നില്ല. അതിനുശേഷം രേവതി വീണ്ടും പറയും, ഞാൻ എന്തായാലും ആന്റണിയെ പോയി കണ്ടിരുന്നു, അവനെക്കൊണ്ട് രണ്ടെണ്ണം പറഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും നീ ആന്റണിയെ കാണാൻ പോയിരുന്നു, എന്തിനു വേണ്ടിയിട്ടാണ് പോയതെന്ന് സച്ചി ചോദിക്കുക കേട്ടോ. പിന്നെ നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആന്റണിയെ ഞാൻ പിന്നെ വെറുതെ വന്നാറ്, ഞാൻ അവനെ കാണാൻ പോയി 2 കൊടുക്കണമെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ അവന് നല്ല കണക്കിന് തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും നീ എന്താ വലിയ സിനിമയിലെ നായികയാണെന്നാണ് വിചാരം, നീ എന്തിനു വേണ്ടിയിട്ടാണ് പോയത്, തന്നെ ഒരിക്കലും അവനെ പോലുള്ളവന്മാരുടെ അടുത്തേക്ക് പോകരുത് എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുമ്പോഴത്തേക്കും അതെന്താ ഞാൻ തന്നെ പോയി കഴിഞ്ഞാൽ കുഴപ്പം, പിന്നെ നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ ആൾക്കാരെ കൂട്ടി പോകാനായിട്ട് വെയിറ്റ് ചെയ്യണമായിരുന്നു എന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും നീ എന്താ വലിയ ചാൻസി റാണിയാണെന്നാണ് നിന്റെ വിചാരം, എനിക്ക് പൊതുവെ ഒരു ഗുണ്ടായി എന്നുള്ള പേരുണ്ട്, ഇനി നീ അത് ഏറ്റെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കൂട്ടത്തിൽ തന്നെ സച്ചി വീണ്ടും പറയുന്നു, നീ ആന്റണിയെ പോയി വരട്ടെ എന്ന് പറയുന്നല്ലോ, നീ ആദ്യം പോയി നിന്റെ അനിയനെ വരട്ടാൻ നോക്കിയെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചിയെന്ന് എന്തേ പറയുന്നത്, എന്ത് പറഞ്ഞാൽ എൻ്റെ അനിയനെ കുറിച്ച് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പിന്നെ നിന്റെ അനിയൻ നല്ല ഇള്ളാപ്പിള്ളയാണല്ലോ, നിങ്ങളുടെ ഈ ഒരു സ്വഭാവം തന്നെയാണ് അവനെ ഇങ്ങനെ ആക്കിയത്, അവൻ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നങ്ങനെ നിങ്ങൾ തിരക്കിയിട്ടുണ്ടോ, ഇല്ലല്ലോ, നീ ആന്റണിയോട് കാണിച്ച ആ ദേഷ്യത്തിന്റെ പകുതിയെങ്കിലും ശരത്തിനോട് കാണിക്കണേ, അവൻ നന്നായേനെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങളെന്തെങ്കിലും ശരത്തിനെ പറ്റി ഇപ്പൊ പറയുന്നത് അവനൊരു പാവം കുട്ടിയാണ് എന്നൊക്കെ രേവതി പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് സച്ചിയുടെ ദേഷ്യം കൂടി വരികയാണ്. സച്ചി പറയുന്നുണ്ട്, പാവം കുട്ടി എന്നെ കൊണ്ടൊന്ന് പറയരുത്, അവൻ പക്ക ഫ്രോഡാണ്, അവനെക്കുറിച്ച് നീ ആന്റണീനെ അന്വേഷിച്ച പോലെ തന്നെ അന്വേഷിച്ചു നോക്ക്, അപ്പം അറിയാൻ കാര്യങ്ങളെന്നൊക്കെ സച്ചി പറയുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ പോയി എന്നെ കൊന്നാൽ മതി, അല്ല നിങ്ങളോടൊക്കെ ആരാ സംസാരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ രേവതി പറയുമ്പോഴത്തേക്കും തൻ്റെ കയ്യിൽ നിന്ന് 500 രൂപ എടുത്തിട്ട് രേവതിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുകയാണെങ്കിൽ ഇവിടുന്ന് കുറച്ചങ്ങ് നീങ്ങി ഒരു മൃഗശാലയുണ്ട്, അവിടെ കുരങ്ങനും സിംഹവും അങ്ങനെ ഒരുപാട് മൃഗങ്ങളുണ്ട്, അവരോടൊക്കെ നീ പോയി സംസാരിച്ചിട്ട് വായെന്ന് പറഞ്ഞുകൊണ്ട്
രേവതിയുടെ കയ്യിലേക്ക് പണം നീട്ടുന്ന സമയത്ത് രേവതി പ്രത്യേകിച്ചൊന്നും പറയാതെ തന്നെ തല കുനിച്ചിരിക്കാം കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പോയി എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും, നിന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി സംസാരിക്കണമെന്ന്, നീ ആരും നിന്റെ അനിയനെ നന്നാക്കുക എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോട് സച്ചി റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. പിന്നീട് കാണിക്കുന്ന മഹിമയും മധുസൂദനെയാണ് കേട്ടോ. മഹിമയാണെങ്കിൽ ശ്രീകാന്ത് തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറക്കി വിട്ടതുകൊണ്ട് തന്നെ ആ ഒരു ചമ്മലിലും ദേഷ്യത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്ന സമയത്താണ് മധുസൂദൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, നമ്മുടെ മോളെ പറ്റി ശ്രീകാന്തിനെ കുറിച്ച് ചിന്തിക്കായിരുന്നു, അവരെ എങ്ങനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാമെന്നൊക്കെ ഞാൻ ചിന്തിക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, അതൊരിക്കലും നടക്കില്ല മഹിമ, അവൻ്റെ കുടുംബം എന്ന് വെച്ച ജീവനാണ്, അത് മാത്രമല്ല റെസ്റ്റോറൻറ്റിൽ പോയി കണ്ടിരുന്നുണ്ട് എന്തായി എന്നൊക്കെ മധുസൂദൻ ചോദിക്കുമ്പോഴത്തേക്കും, അവൻ എന്നോട് ദേഷ്യപ്പെട്ടു മധുവേട്ട, അവൻ എന്നോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ വരെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, അവന് പണമില്ലാത്തതിന്റെ അഹങ്കാരമാണ്, നമ്മുടെ മകൾ എന്ന് വെച്ചാൽ പണത്തിന്റെ മുകളിൽ കടന്ന് ഉറങ്ങുന്നവളല്ലേ, നമ്മൾ കൊണ്ടുകൊടുത്ത ടിക്കറ്റ് കാരണം ടൂർ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അവനത് ഈഗോ ആവുകയില്ലേ എന്നൊക്കെ ഇങ്ങനെ മധുസൂദൻ പറയുമ്പോഴത്തേക്കും, അതേ മധുവേട്ട, അവന് ചെറിയൊരു ഈഗോ ഉണ്ട്, കാരണം നമ്മുടെ മോള് പണക്കാരിയാണല്ലോ, അതുകൊണ്ട് തന്നെ അവളുടെ കീഴിലായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യുന്നതിനോട് അവന് താല്പര്യമൊന്നുമില്ല എന്നൊക്കെ തന്നെ മഹിമയും പറയുന്നുണ്ട്. അതിനുശേഷം മധുസൂദൻ ശ്രീകാന്തിനെ കുറ്റപ്പെടുത്തി ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും മഹിമ പറയുന്നുണ്ട്, മധുവേട്ടൻ പറയുന്ന പോലെ ഒന്നുമല്ല ശ്രീകാന്ത് നല്ല പയ്യനാണ്, കുറച്ച് പണത്തിന്റെ കുറവ് മാത്രമേ ഉള്ളൂ എന്നുള്ളൂ, അവൻ നല്ല രീതിയിൽ തന്നെ വർഷയെ സ്നേഹിക്കുന്നുണ്ട്, എന്തായാലും വർഷയെയും ശ്രീകാന്തിനെ ഞാൻ ഈ വീട്ടിലേക്ക് കൊണ്ടുവരും, അതിനുള്ള പദ്ധതികളെല്ലാം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നൊക്കെ മഹിമ പറയുമ്പോഴത്തേക്കും, നീ എന്ത് പദ്ധതിയായി തയ്യാറാക്കുന്നതെന്ന് മധുസൂദനൻ ചോദിക്കേണ്ട, അതൊക്കെ ഞാൻ പിന്നീട് പറയാം, എന്തായാലും മഹിമ ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കുമെന്ന് മധുവേട്ടൻ അറിയാലോ, അതുകൊണ്ട് തന്നെ ശ്രീകാന്തും വർഷയും നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കുമെന്നൊക്കെ ഇങ്ങനെ മഹിമ തറപ്പിച്ച് തന്നെ പറയുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് സച്ചിക്ക് ഒരു ഓട്ടം കിട്ടുന്നത് ഒരു പാർട്ടി ഓഫീസിന്റെ ഫ്രണ്ടിലേക്കാണ് കേട്ടോ. അവിടെയുള്ള കസ്റ്റമർ ഇറക്കി വിട്ടിട്ട് സച്ചി പോകാൻ ഒരുങ്ങുന്ന സമയത്താണ് സച്ചിയുടെ കൂട്ടുകാരൻ സച്ചിനെ കാണുമ്പോഴത്തേക്കും എടാ സച്ചി എന്ന് വിളിക്കാൻ കേട്ടോ. എടാ അനൂപേ നീ എന്താ എവിടെയെന്ന് നമ്മുടെ സച്ചി ചോദിക്കുന്ന സമയത്ത്, അല്ലാതെ ഇതല്ലേ ഞങ്ങളുടെ പാർട്ടി ഓഫീസ്, നീ എന്താ ഇപ്പോൾ ഓട്ടോ ഓടിക്കുന്നതെന്ന് അനൂപ് തിരിച്ച് ചോദിക്കുകയാണ്. അത് പിന്നെ കാറ് വിൽക്കേണ്ടി വന്ന അനൂപേ, അതൊക്കെ പോട്ടെ, നീ ഇപ്പോൾ പാർട്ടിയിൽ വലിയൊരു നേതാവാണല്ലേ, ഞാൻ നിന്റെ ഫോട്ടോയൊക്കെ പത്രത്തിൽ കാണാറുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, അത്ര വലിയ നേതാവൊന്നും ആയിട്ടില്ല, ഞങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്ന വിജയകുമാർ സാറിന്റെ കീഴിലാണ്, അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയാക്കണമെന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മാത്രമല്ല കൂട്ടത്തിൽ പറയുന്നുണ്ട്, എടാ സച്ചി നിനക്കൊന്നും പാർട്ടിയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ പാടില്ല, ഇത് ഈ പറഞ്ഞ റിസ്കുകളൊന്നും തന്നെ ഇല്ല, നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും, നിന്നെപ്പോലെ ചിന്തിക്കുന്നവർക്ക് നന്മ ചെയ്യാനുള്ള ഒരു അവസരവുമാണ് പാർട്ടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, അതിന് പാർട്ടിയിൽ ഇറങ്ങണമെന്നില്ലടാ നന്മ ചെയ്യാനായിട്ട്, ഈ ഒരു ഓട്ടോ ഓടിച്ച് ഞാൻ സംതൃപ്തനാണെന്നൊക്കെ സച്ചി മറുപടി പറയാൻ കേട്ടോ. വേഗം തന്നെ അനൂപ് പറയുകയാണ്, എന്തായാലും ഞങ്ങളുടെ പാർട്ടി ഇത്തവണ വോട്ടിൽ മുന്നിൽ വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം, അതുകൊണ്ട് തന്നെ ഞങ്ങൾ 250 ജോഡികൾക്കുള്ള കല്യാണമാണ് നടത്തി കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, എന്തിനാണ് നീ 500 പേരെ ജീവിതം തുളയ്ക്കാനായിട്ട് നിൽക്കുന്നത്, നിങ്ങൾ സച്ചി ഇങ്ങനെ ചുമ്മാ കളിയാക്കുന്ന രീതിക്ക് ചോദിക്കാൻ കേട്ടോ. ഈ ഒരു സമയത്ത് അകത്തുനിന്ന് ഒരാൾ വന്നിട്ട് പറയുകയാണ്, അനൂപ് നിന്നെ വിജയകുമാർ സാർ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അനൂപ് അകത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന കൂട്ടത്തിൽ തന്നെ സച്ചിയും കൂട്ടുന്നുണ്ട്, വാ നിന്നെ ഞാൻ വിജയകുമാർ സാറിനെ പരിചയപ്പെടുത്തി തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലുകയാണ്. ഏത് സമയത്ത് 250 പേർക്കുള്ള കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം തന്നെ റെഡി ആയില്ലേ, ഒരിക്കലും നാണക്കേട് ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരോട് ഇങ്ങനെ വിജയകുമാർ സാർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്നേരമാണ് അനൂപ് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴത്തേക്ക് അനൂപിനോട് ചോദിക്കും, എന്തായി അനൂപ് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണല്ലോ, 250 ജോഡിയൊക്കെ തിരഞ്ഞിട്ടുണ്ടല്ലോ, താലിമാലയൊക്കെ ഓക്കെ ആണല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, താലിമാലയൊക്കെ ഓക്കെയാണ് സാർ, പിന്നെ 250 പേര് 2 ജോഡികൾക്കുള്ള കുറവുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. 2 ജോഡികളോ, ഫ്രീ ആയിട്ട് കല്യാണം നടത്താന്ന് പറഞ്ഞാൽ 2 ജോഡികളെ കിട്ടിയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അനൂപിന്റെ പുറകിൽ നിൽക്കുന്ന സച്ചിയെ രൂക്ഷമായിട്ട് നോക്കുകയാണ് കേട്ടോ വിജയകുമാർ സാറ്. ഈ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.